ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നോക്കിയിരിക്കുക, ഒക്ടോബറൊക്കെ ഇങ്ങെത്തി. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നമ്മുടെ പ്ലം കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സും മറ്റുമൊക്കെ ഒന്ന് സോക്കിങ്ങിനും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സമയമായി. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ പ്രധാനമായിട്ട് ഒരു ഐറ്റമാണ് പ്ലം കേക്കിൻ്റെ, അതായത് നമ്മുടെ ജിഞ്ചർ കാൻഡി എന്ന് പറയും. അതായത് ഇഞ്ചിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ് നമുക്ക് പ്ലം കേക്കിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം ചെയ്യുന്നത് ഞാൻ ഈ ക്യാൻഡി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു നാടൻ ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വൈനിലോ റമ്മിലോ സോക്ക് ചെയ്തെടുത്താൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജിഞ്ചർ കാൻഡി ഉണ്ടാക്കാനായിട്ട് ഞാൻ 100 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറയുന്നത് നാടൻ ഇഞ്ചി തന്നെ എടുക്കണം. ഇതിപ്പോൾ അളന്ന് തന്നെ കറക്റ്റ് 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 150 ഗ്രാം, ഞാൻ ഗ്രാം കണക്കാണ് പറയുന്നത്, 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചിയേക്കാളും 50 ഗ്രാം കൂടി തന്നെ എപ്പോഴും പഞ്ചസാര എടുക്കണം. എങ്ങനെ എടുത്താലും അത് 50 ഗ്രാം കൂട്ടി തന്നെ എടുക്കണം. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വരാം കേട്ടോ. നാടൻ ഇഞ്ചി എടുത്താലേ നമുക്ക് അതിൻ്റെ ഒരു മണവും ഫ്ലേവറും നന്നായിട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെറിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പം ഇതിന് ഞാൻ സാധാരണ പ്ലം കേക്ക് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും എല്ലാ സാധനവും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം തീർന്നു പോയി, അതാണ് ഇപ്പോൾ ഒന്ന് ചെയ്യാൻ വിചാരിച്ചത്. കംപ്ലീറ്റായിട്ട് തീർന്നു. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ക്യാൻഡി ആകുമ്പോൾ അതിൻ്റേതായ ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നത്. കഴിയുന്ന അത്രയും മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് എടുക്കാറുണ്ട്. അപ്പം അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ എല്ലാം ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിക്കാണ് ഒന്ന് കട്ട് ചെയ്യുന്നത്, നുറുക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കിനി ഡയറക്റ്റായിട്ട് ഞാൻ അത് ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസായിട്ട് ഇങ്ങനെ നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ വേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നുറുക്ക് രീതിയിലാണ് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുടെ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈസായിട്ട് എടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, ആ രീതിക്ക് ഒരു നീളം ഉള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് ഇനി ഒന്നും കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഞാനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു നുറുക്ക് രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. അതിലേക്ക് നമ്മൾ ഈ മുന്നുറുക്കിയ ഇഞ്ചിയും പിന്നെ 1 കപ്പ് വെള്ളവും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റൊരു വിസിലായതിന് ശേഷം ഇനി നമ്മളിത് 10 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഒറ്റ പ്രാവശ്യം വിസിൽ വന്നതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. 10 മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് സിമ്മിൽ വെച്ച ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഗ്യാസ് പോയതിന് ശേഷം ഞാനിപ്പം തുറന്ന് നോക്കുകയാണേ. ഈ ഒരു കണക്കിന് നമുക്കിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വെന്ത് വരില്ല. ഈ ഒരു കണക്ക് മതി കേട്ടോ. നമുക്കങ്ങനെ ചതഞ്ഞു പോകരുത്. ഈ ഒരു കണക്കാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് വേവാണ്. ഇതവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്കിതിനെ ഇതിൻ്റെ വെള്ളവും ആയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഒരു അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. വെള്ളം വാലാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇഞ്ചി നീരും നമുക്ക് ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇഞ്ചി നീര് അത്യാവശ്യമായിട്ട് വേണം, അത് കളയരുത്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ എത്രയാണോ ഇഞ്ചി നീര് കിട്ടിയത് അത്രയും തന്നെ നമുക്ക് ആ പാനിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് അങ്ങനെ എടുത്ത് ചേർക്കാം. ഇനി ഈ ഇഞ്ചി നീരിൽ തന്നെ കിടന്ന് ആ പഞ്ചസാര ഒന്ന് അലിയണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് പുറത്ത് വരുന്നത് കേട്ടോ. ഈ ഇഞ്ചിയുടെ ഒരു നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ഇനി ഈ സമയം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഊറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ കൂടെ ചേർക്കാം കേട്ടോ. ചേർത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കാം. എനിക്ക് ഇഞ്ചി വേവിച്ചപ്പോൾ കിട്ടിയ നീരെന്ന് പറഞ്ഞത് ഒരു 1/2 കപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് കൂടെ വെള്ളം ഞാൻ എക്സ്ട്രാ ചേർത്തത്. ഇല്ല, നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ ഇഞ്ചി നീര് തന്നെ 1 കപ്പ് ഉണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ നിങ്ങൾ വെള്ളം ഒന്നും ചേർക്കണ്ട. ആ ഇഞ്ചി നീരിൽ തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇഞ്ചി നമ്മൾ ഇതിനകത്ത് ഈ പഞ്ചസാരയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞത്. അപ്പം ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് വെട്ടി തിളക്കുകയാണ് വേണ്ടത്. വെട്ടി തിളച്ച് ഈ പഞ്ചസാര ഈ വെള്ളം മുഴുവനും
വറ്റണം. ഒരിക്കലും നിങ്ങൾ ഇഞ്ചി നീര് മിസ് ചെയ്യരുത്, അത് കളയരുത്. ആ ഇഞ്ചി നീരാണ് ഇതിന് കുറച്ചുകൂടി നല്ല ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി നീര് ഒരിക്കലും കളയരുത്, അതിൽ തന്നെ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറുകുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഇതൊരു 10-15-20 മിനിറ്റത്തെ ഒരു പ്രോസസ്സാണ് കേട്ടോ. ഞാനിപ്പോൾ സ്പീഡായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ സ്പീഡിൽ പോകുന്നതാണ്. ഇത് ഈ ഒരു കണക്കിന് നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നു. പാനിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വഴി പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയിൽ ഇത് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആർക്കും ഈ വെളിയിൽ നിന്ന് വലിയ പൈസ കൊടുത്തൊന്നും നമ്മൾ ഈ ക്യാൻഡി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ചെയ്ത് വെക്കേണ്ട കാര്യമുള്ളൂ. ഇതാ ഈ ഒരു കണക്ക് ബബിളായിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇതായി വരേണ്ട കാര്യമുള്ളൂ. ഇതാ ഈ ഒരു സ്റ്റേജിലോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതായത് പഞ്ചസാരയൊക്കെ നല്ല കാരമലായി വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ്. ഈ സമയമാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് വേണം നമ്മൾ ഈ ഏലക്കപ്പൊടി ചേർക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് തന്നെ ചേർക്കണം. ഇപ്പോൾ ഏകദേശം നമുക്കായിട്ടുണ്ട്. ഇതൊരു കട്ട പോലെ ഇങ്ങനെ വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ക്യാൻഡി എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പം ഒരു 3/4 ഭാഗം ആയുള്ളൂ, സ്റ്റേജ് ആയിട്ടുള്ളൂ. ഇനി ഒരു 1/4 സ്റ്റേജ് പിന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മളിപ്പം ഏകദേശം ക്യാൻഡിയുടെ ഒരു രൂപത്തിലോട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്. എന്തായാലും ഇതാണ് നമുക്ക് മതി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഇതൊരു ഓവർനൈറ്റ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഞാനിപ്പം രാത്രി 8 മണിക്ക് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. ഒരു പാറ കഷ്ണങ്ങൾ പോലെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് പൊട്ടിക്കാനൊന്നും കഴിയില്ല കേട്ടോ, അത്രയ്ക്കും അങ്ങ് വല്ലാതെ ഹാർഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 3/4 സ്റ്റേജ് എന്ന് പറഞ്ഞ്. ഇനി ഒരു 1/4 ഭാഗം മിച്ചമുണ്ടെന്ന് പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞത് ഇതിനെ നമുക്കൊന്ന് അല്പം ഒന്ന് ലൂസൺ ചെയ്യണം. അപ്പോൾ ഇത്രയും ഈ ഒരു സ്റ്റേജ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെ അല്പം ഒന്ന് ലൂസൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനൊന്ന് അലിയിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു കാര്യം. ഈ പാറ പോലെ ഇരിക്കുന്നതിനെ ഒന്ന് ലൂസാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള ഒരു ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ആവശ്യം വരും. കുറേശ്ശെ ചേർത്ത് നമ്മളിതിനെ ഒന്ന് ലൂസൺ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും അല്പമായിട്ട് ചേർത്ത് ഞാനിപ്പോൾ ഇതിനൊന്ന് ലൂസൺ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്കിനാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഇതപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഈ ഒരു കണക്കിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ ഇഞ്ചി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റണം, ആ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത്. കണ്ടല്ലോ ഇപ്പം നമുക്ക് ഇഞ്ചി കഷ്ണങ്ങളെ കാണാൻ പറ്റും. നമുക്ക് നേരത്തെ ഒന്നും കണ്ടുകൂടായിരുന്നു, എല്ലാം ഒരു പാറയിട്ടാണ് ഇരുന്നത്. ഇതാണ് നമ്മുടെ ഒരു ശകലം കൂടെ ആയി വന്നാൽ മതി. പക്ഷേ ഇത് ഇത്രയും മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോക്കൺ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ റമ്മിൽ സോക്കൺ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് സോക്കായി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കണക്ക് മതി കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പാറ പോലെ കാളുകളിൽ എടുക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാണിച്ച് രണ്ടാമത് നമ്മൾ ഇത് റമ്മിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നല്ല ലൂസണായി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിലാണ് എപ്പോഴും ഞാൻ ചെയ്യാറ്. അപ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് നിൽക്കുള്ളൂ. ഇപ്പം ഇത് ഒരു തണുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ തണുത്തപ്പോൾ കിട്ടുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റമ്മിൽ മുക്കുന്ന സമയത്ത് ഇതൊക്കെ നല്ല സോക്കായി നല്ല എന്താണ് പറയേണ്ടത്, നമുക്ക് വായിൽ വെച്ചാൽ നലിഞ്ഞു പോകുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തും കേട്ടോ. അപ്പം ഞാൻ ഇതാണ് എപ്പോഴും ഇതിൻ്റെ ഒരു സ്റ്റേജ് ഞാൻ ചെയ്യാറ്. അല്ലാതെ ഞാനിങ്ങനെ പാറ പോലെയൊന്നും ഇതുപോലെ ഈ ജെല്ലി ടൈപ്പിലാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇനി ഒരു 4 മണിക്കൂർ ഇതിങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഇനിയും മാറും കേട്ടോ, അല്പം കൂടെ ഒരു ഹാർഡ്നെസ് വരും. എന്തായാലും നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ഹാർഡ്നെസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഈ നേരത്തെ നമ്മൾ കണ്ട അതേ ക്യാൻഡി അല്ല, കുറച്ചുകൂടെ ഇത്തിരി മയമുള്ള ഒരു ടെക്സ്ചറാണ്. നമ്മളൊന്ന് പതിയെ ഒന്ന് കത്തിയിട്ടൊന്ന് ചെറുതായിട്ട് പിടിക്കുമ്പോൾ അത് ഇളകി വരുന്നുണ്ട് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും കേട്ടോ, അത്രയ്ക്ക് ഹാർഡല്ല. നമുക്കിത് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ സാധാരണ എടുക്കുന്നത് ഈ രീതിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അല്ലാതെ ഭയങ്കര ക്യാൻഡി ആവേണ്ട രീതി ഞാൻ ചെയ്യാറില്ല. നമുക്കിങ്ങനെ പൊടിച്ചാൽ പൊടിയും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടെക്സ്ചറോട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് പ്ലം കേക്കിലൊന്നും കിടക്കാറില്ല. അപ്പോൾ നല്ലൊരു ടെക്സ്ചറായത് ഇത് ഒരു ഈന്തപ്പഴത്തിൻ്റെ നമുക്ക് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത് കണ്ടല്ലോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അത് വേണമെങ്കിൽ മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ടെക്സ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ രണ്ടാമത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചെയ്തത് ഈ ഒരു ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ നിർത്താം കേട്ടോ. ഒരു ക്യാൻഡിയായിട്ട് വന്ന ആ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു ടെക്സ്റ്റാണ് എനിക്ക് എല്ലാവർക്കും നല്ലത്. നമ്മൾ സോക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തിരി ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ പ്ലം കേക്ക് ചെയ്യുന്നവർ നമ്മൾ വെളിയിൽ നിന്ന് ക്യാൻഡി ഒന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാൻഡി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മണവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇഞ്ചി മിഠായിയുടെ ടേസ്റ്റും മണവുമാണ് കിട്ടുന്നത്. പിന്നെ ഒക്ടോബറൊക്കെ ആയി, ഇനി നമുക്കിത് പ്ലം കേക്കിൻ്റെ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിംഗ് ഒക്കെ നമുക്ക് സമയമായി. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.